ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിലെ പ്രിയ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ 23 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു: കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും എന്നെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്. അവൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു: ഇതെൻ്റെ ശരീരമാണ്, വാങ്ങി ഭക്ഷിക്കുക. അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് അരുളി ചെയ്തു: ഇതിൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. അയോഗ്യതയോടെ ഈ അപ്പം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. ചിലർ രോഗികളായതിനും ചിലർ മരിച്ചു പോയതിനും കാരണം ഇതുതന്നെയാണ്. വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവാണ്. ഏത് രീതിയിൽ ആഘോഷിക്കുന്നു എന്നതല്ല അതിൻ്റെ അടിസ്ഥാന സന്ദേശം. വിശുദ്ധ കുർബാന നമുക്ക് നൽകുന്ന സന്ദേശം എന്ത് എന്ന് ഒരു ചെറിയ ആത്മശോധനയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഉണ്ണിയേശു പുൽക്കൂടി ജനിച്ചപ്പം അവൻ്റെ ശരീരത്തിന് ഗോതമ്പ് മണിയുടെ നിറമായിരുന്നു. കാരണം പിന്നീട് ആ ഗോതമ്പ് പൊടിഞ്ഞ് ആ ഒരു തിരുവോസിയായി മാറണമായിരുന്നു. അവൻ്റെ കണ്ണിലെ കൃഷ്ണമണിയുടെ നിറം മുന്തിരിപ്പഴത്തിൻ്റെ നിറമായിരുന്നു. പിന്നീട് ആ മുന്തിരിയിൽ നിന്നുമാണ് അവൻ്റെ കാസയിലെ തിരുരക്തം രൂപം കൊള്ളുക. ഗോതമ്പ് മണിയുടെ നിറമുള്ള ഉണ്ണിയേശു, മുന്തിരിപ്പഴത്തിൻ്റെ നിറമുള്ള കൃഷ്ണമണിയുള്ള ഉണ്ണിയേശു നമ്മുടെയൊക്കെ ജീവിതത്തിൽ അപ്പമായി തിരുരക്തമായി വരുമ്പോൾ നമ്മളെയും വിളിക്കുന്നു. ജീവിതത്തെ അപ്പമായി രക്തമാക്കി നമ്മൾ മാറ്റുക. എന്തായിരുന്നു ചരിത്രത്തിലെ ആദ്യത്തെ വിശുദ്ധ കുർബാന? ഒറ്റിക്കൊടുത്ത യൂദാസിൻ്റെ കയ്യിലും തള്ളിപ്പറഞ്ഞ പത്രോസിൻ്റെ കയ്യിലും തന്നെ മുറിച്ച് വെച്ച് കൊടുത്ത് വിളമ്പി. അതായിരുന്നു ആദ്യത്തെ വിശുദ്ധ കുർബാന. നമ്മളെയൊക്കെ വിളിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ജീവിതത്തെ ഒരു കുർബാനയാക്കി മാറ്റുക. ഒരുപക്ഷെ എന്നെ വേദനിപ്പിക്കുന്ന പീഡിപ്പിക്കുന്ന ഭർത്താവിന് ഞാനെന്ന ഭാര്യ എന്നെ തന്നെ മുറിച്ചു കൊടുക്കുമ്പോൾ അവളുടെ ജീവിതം ഒരു കുർബാനയുടെ ജീവിതമായി മാറി. ധിക്കരിക്കുന്ന വേദനിപ്പിക്കുന്ന ഭാര്യയ്ക്ക് ഒന്നും നോക്കാതെ ഭർത്താവ് മുറിച്ച് കൊടുക്കുമ്പോൾ അവൻ്റെ ജീവിതം കുർബാനയുടെ ജീവിതമായിട്ട് മാറി. ധിക്കരിക്കുന്ന മക്കൾക്ക് മാതാപിതാക്കൾ സ്വയം മുറിച്ചു കൊടുക്കുമ്പോൾ ജീവിതത്തിൽ അവരുടെ ജീവിതവും ഒരു കുർബാനയായിട്ട് മാറി. തള്ളിപ്പറയുന്നവൻ്റെയും ഒറ്റിക്കൊടുക്കുന്നവൻ്റെയും ജീവിതത്തിലേക്ക് സ്വന്തം ജീവിതത്തെ മുറിച്ചു കൊടുക്കാനുള്ള ഒരു വിളി. ആ വിളിയാണ് വിശുദ്ധ കുർബാന നമുക്ക് ഏവർക്കുമായിട്ട് നൽകുക. ദിവ്യകാരുണ്യ ജീവിതശൈലി നമ്മളെ ക്ഷണിക്കുന്നതിലും അതിലേക്ക് വേണ്ടിയാണ്. വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ജീവിതം വളരെ വേഗം തീർന്നു പോവുകയാണ്. കൊടുത്തു തീർക്കേണ്ട ജീവിതമാണിത്. അതുകൊണ്ടാണ് കുർബാന നൽകുന്ന ഒന്നാമത്തെ സന്ദേശം നൽകപ്പെട്ട ജീവിതം എന്ന സന്ദേശമാണ്. നമ്മുടെയൊക്കെ ജീവിതം നൽകപ്പെട്ട ജീവിതമാണ്. നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന ഒരു ജീവിതമാണ്. ഇപ്പോൾ ജീവിതത്തിൽ കുർബാന പറയുന്നു, ഇത് മറ്റുള്ളവർക്ക് വേണ്ടി നൽകപ്പെട്ട ഒരു ജീവിതമായിരിക്കണം, മുറിച്ചു കൊടുക്കപ്പെട്ട ഒരു ജീവിതം. എല്ലാ ജീവിതവും നൽകപ്പെട്ട ജീവിതമാണല്ലോ. അങ്ങനെ ആകേണ്ടതല്ലേ? അച്ഛനായിട്ട് സ്വന്തം ഇഷ്ടം മാത്രം നോക്കി ഒരു അച്ഛന് ജീവിക്കാൻ പറ്റുമോ? മറ്റുള്ളവരുടെ ഇഷ്ടപ്രകാരം പലതും അവർക്ക് വേണ്ടി ചെയ്യേണ്ടി വരികയല്ലേ? ഒരച്ഛൻ രാത്രി കിടന്നുറങ്ങുന്നു, 10:30 മണിക്ക് ടെലിഫോൺ കോൾ, ഇടവകയിലെ ഒരമ്മച്ചിക്ക് രോഗീലേപനം കൊടുക്കണം. അച്ഛന് പറയാൻ പറ്റുമോ ഇന്നത്തെ രോഗീലേപനം 7 മണിക്ക് നിർത്തി, അടുത്ത രോഗീലേപനം രാവിലെ 6:30 ആരംഭിക്കും? പറയാൻ പറ്റിയല്ലോ. വിളിച്ചാൽ ആ നിമിഷത്തിൽ അച്ഛൻ പോയേ പറ്റൂ. കാരണം ഇടവകയ്ക്ക് വേണ്ടി നൽകപ്പെട്ട അപ്പമാണവൻ, നൽകപ്പെട്ട ജീവിതം. ഒരമ്മ രാത്രി കിടക്കുമ്പം നവജാത ശിശു
കിടന്ന് കരയുന്നു. ഉടനെ അമ്മ പറയുക, എന്തൊരു ശല്യം, ഇപ്പോഴാണോ കരയുന്നത്? രാവിലെ 5:30 കരഞ്ഞു തുടങ്ങിയാൽ പോരെ? കുഞ്ഞിനോട് പറയാൻ പറ്റുമോ? എഴുന്നേറ്റ് അതിൻ്റെ കരച്ചിൽ നിർത്താൻ എന്തൊക്കെ പറ്റുമോ അതൊക്കെ ചെയ്തേ പറ്റൂ. കാരണം നൽകപ്പെട്ട ജീവിതമാണിത്. നൽകപ്പെട്ട ജീവിതമാകുമ്പോൾ അത് വളരെ വേഗം കടന്നു പോയിക്കൊണ്ടിരിക്കും. എത്ര പെട്ടെന്നാണ് നമ്മുടെ ജീവിതം കടന്നു പോവുക. ശരിക്കും നൽകുന്നവർക്ക് അഭിമാനത്തോടെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റും. നൽകാതെ സ്വാർത്ഥതയോടെ പോയവർക്ക് അഭിമാനത്തോടെ തിരിഞ്ഞു നോക്കാൻ പറ്റുമോ? എത്ര പെട്ടെന്നാണ് നമ്മുടെ ആയുസ് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് പറയുക, എത്ര മിടുക്കനായ യുവാവാണേലും അവൻ്റെ ജീവിതത്തിൽ, ഒരു പുരുഷൻ്റെ ജീവിതത്തിൽ പെട്ടെന്ന് 5 കാലങ്ങൾ കടന്നു പോകുന്നു. നൽകി കടന്നു പോകുന്ന 5 കാലങ്ങൾ. ഒരു യുവാവ് വിവാഹത്തിന് മുമ്പ് ഒറ്റയ്ക്ക് ജീവിക്കുമ്പം നല്ല മിടുക്കൻ, മോട്ടോർ ബൈക്കിൽ മിനിങ്ങി നടക്കുന്നു. സ്വന്തം മസിൽ സിസ്റ്റം വളർത്താൻ വേണ്ടി അവൻ ജിംനേഷ്യത്തിൽ പോകുന്നു. ദേഹം വളരണം, ശരീര സൗന്ദര്യം വേണം, മസിൽ സിസ്റ്റം വളരണം. എത്ര ശ്രദ്ധയോടെയാണ് ആ കാലഘട്ടത്തിൽ അവൻ ഒരു സ്പൈഡർമാൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. കുറേ നാൾ കഴിഞ്ഞപ്പം ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. ഒരു കാമുകി, ഒരു സുന്ദരി പെണ്ണ് അവൻ ജീവിതത്തിലേക്ക് കടന്നു പോന്നു. അവൾ വരുന്ന അന്ന് മുതൽ അവൻ പിന്നെ അവളുടെ മുമ്പിൽ ഒരു സൂപ്പർമാൻ ആകാൻ വ്യഗ്രതപ്പെടുന്നു. ആദ്യം സ്പൈഡർമാൻ, പിന്നീട് സൂപ്പർമാൻ. ഇതെല്ലാം കഴിഞ്ഞു. കല്യാണം ഉറപ്പിച്ചു, ബിട്രോത്തിൽ കഴിഞ്ഞു, ഒത്തുകല്യാണം കഴിഞ്ഞ് അവൻ പിന്നീട് അവളുടെ മുമ്പിൽ, ലോകത്തിന് മുമ്പിൽ ജെൻറ്റിൽമാൻ. അത് 3ാമത്തെ സ്റ്റേജ്. ആദ്യത്തെ സ്പൈഡർമാനിൽ നിന്നും 2ാമത്തെ സൂപ്പർമാനിലേക്ക്, 3ാമത്തെ ജെൻറ്റിൽമാനിലേക്ക്. ഒരിക്കൽ കല്യാണം കഴിഞ്ഞോ പിന്നെ അവളെ നോക്കിയിരിക്കുന്ന വാച്ച്മാനായിട്ട് അവൻ മാറുന്നു. അതവൻ്റെ 4ാമത്തെ കാലം. അത് കഴിഞ്ഞ് 2 പിള്ളേരായോ അതുങ്ങളുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്ന ഡോബർമാനായിട്ട് 5ാമത്തെ കാലം. എത്ര പെട്ടെന്നാണ് കാലങ്ങൾ കടന്നു പോവുക. ഒന്നും നോക്കാതെ മുറിച്ച് കൊടുത്ത് കടന്നു പോയാൽ ജീവിത സായാഹ്നത്തിൽ ഒരു തൃപ്തി. ഇന്ന് ഞാൻ ചെയ്യുന്ന നന്മകളും ഇന്ന് ഞാൻ ചെയ്യുന്ന മുറിച്ചു കൊടുക്കലുകളുമാണ് നാളത്തെ നല്ല ഓർമ്മകൾ. ഇന്നത്തെ നന്മയുടെ പ്രവൃത്തികൾ നാളത്തെ നല്ല ഓർമ്മകളായി ജീവിതത്തിൽ കടന്നു വരുന്നു. അപ്പോൾ നമ്മളോടൊക്കെ പറയുന്നു, നൽകപ്പെട്ട ജീവിതം. നൽകപ്പെട്ട ജീവിതം. ഒരു ചായക്കടയിൽ ചില്ലലമാരിയിൽ പലഹാരങ്ങൾ കിടക്കുന്നു. പഴക്കടയിൽ പഴക്കൊലയിൽ പഴം തൂങ്ങിക്കിടക്കുന്നു. ബേക്കറിയിൽ ബേക്കറി ഐറ്റങ്ങൾ ഗ്ലാസ്സിൽ വെച്ചിരിക്കുന്നു. അതൊക്കെ ഒരു ഓപ്പൺ ഇൻവിറ്റേഷനാണ്. എടുത്തു ഭക്ഷിക്കുക, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങളിവിടെ ഇരിക്കുക. വിശുദ്ധ കുർബാന അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ ആൾത്താരിൽ ഇരുന്നോട് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെട്ട ജീവിതമാണിത്. നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെട്ട ജീവിതമാണിത്. അപ്പോൾ കുർബാന ഓർമ്മിപ്പിക്കുന്നു, എൻ്റെ ജീവിതം നൽകപ്പെട്ട ജീവിതമാണ്, മറ്റുള്ളവർക്ക് വേണ്ടി നൽകപ്പെട്ട ജീവിതമാണ്. 2, വിശുദ്ധീകരിക്കപ്പെട്ട ജീവിതമാണ്. അവൻ വാഴ്ത്തി വിശുദ്ധീകരിച്ച് എന്നാണ് പറയുക. വിശുദ്ധീകരിക്കപ്പെട്ട ജീവിതമാണിത്. നമ്മുടെയൊക്കെ ജീവിതം കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും ഉണ്ടെങ്കിലും ഈ ജീവിതം വിശുദ്ധീകരിക്കപ്പെട്ട ജീവിതമാണ്. മാമോദീസ വെള്ളം വീണ അന്നു മുതൽ ആരംഭിച്ച വിശുദ്ധീകരണം, സൈര്യലേപനത്തിലൂടെ സ്ഥിരീകരിക്കപ്പെട്ട വിശുദ്ധീകരണം, വിശുദ്ധ കൂദാശകളിലൂടെ ബലപ്പെട്ട വിശുദ്ധീകരണ ജീവിതം. ഈ ജീവിതം വിശുദ്ധീകരിക്കപ്പെട്ട ജീവിതമാണ്. തിരുവോസി ഉയർത്തിക്കൊണ്ട് വിശുദ്ധമായ അപ്പത്തെയും വിശുദ്ധമായ വീഞ്ഞിനെയും കാണിച്ചുകൊണ്ട് പറയുന്നു, നീയും ഇതുപോലെ വിശുദ്ധീകരിക്കപ്പെടേണ്ട വ്യക്തിയാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നമ്മളോട് ഒക്കെ പറയുന്നു, ജീവിതം വിശുദ്ധിയുടെയും വിശുദ്ധീകരണത്തിൻ്റെയും ഒരു ജീവിതമായി മാറണം. അങ്ങനെ ജീവിതം മാറ്റണം. അശുദ്ധമായതെല്ലാം എൻ്റെ ജീവിതത്തിൽ നിന്ന് അകലുമ്പോഴാണ് എനിക്ക് വിശുദ്ധി ഉണ്ടാവുക. വിശുദ്ധി എന്ന് പറയുന്നത് ഒരാൾ എത്തിയ സ്ഥാനമല്ല, എത്താൻ കൊതിക്കുന്ന സ്ഥാനമാണ്. ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ യേശു ക്രിസ്തുവിൽ നിർമ്മലരും പരിശുദ്ധരും വിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ദൈവം നമ്മെ മുൻകൂട്ടി തിരഞ്ഞെടുത്തു എന്നാണ് പറയുക. അപ്പോൾ വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ജീവിതം. എപ്പോഴും ഓർക്കണം, ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്, ദൈവത്തിന് വേണ്ടി വിശുദ്ധീകരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. ആ ഓർമ്മ വാക്കിലും പെരുമാറ്റത്തിലും ഇടപെടലുകളും
സകല ബന്ധങ്ങളിലും നമ്മൾ സൂക്ഷിക്കുക. അപ്പോൾ 1 നൽകപ്പെട്ട ജീവിതം, 2 വിശദീകരിക്കപ്പെട്ട ജീവിതം, 3 വേർതിരിക്കപ്പെട്ട ജീവിതം. വേർതിരിക്കപ്പെട്ട ജീവിതം, ഗോതമ്പ് മണി വേർതിരിച്ച് തിരുവോസ്തിയാകുന്നു, മുന്തിരിപ്പഴം വേർതിരിച്ച് വീഞ്ഞായി തിരുരക്തമാകുന്നു. നമ്മളെയൊക്കെ വേർതിരിക്കുന്നു ദൈവം. ബൈബിളിൽ പറയുന്നുണ്ടല്ലോ വേർതിരിവിൻ്റെ വലിയ ചരിത്രങ്ങൾ. 2 പേർ ഒരേ കട്ടിൽ കിടന്നുറങ്ങും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ തള്ളപ്പെടും. തിരികല്ലിൽ 2 പേർ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ തിരസ്കരിക്കപ്പെടും. ദൈവം വേർതിരിക്കുന്ന ജീവിതങ്ങൾ ധാരാളമുണ്ട്. ക്രൈസ്തവ ജീവിതം ഇത് ദൈവം വേർതിരിച്ചു. ലോകത്തിൽ മറ്റ് പലർക്കുമില്ലാത്ത ആത്മീയ അനുഭവം കൊണ്ടും അനുഭൂതി കൊണ്ടും ദൈവം വേർതിരിച്ചതാണ് ക്രൈസ്തവ ജീവിതം. ഒരു അച്ഛൻ പിതാവിൻ്റെ കരങ്ങൾ കൊണ്ട് മുടി മുറിക്കുമ്പോൾ വേർതിരിക്കപ്പെടുന്നു. സന്യാസ വസ്ത്രം സ്വീകരിക്കുമ്പോൾ വേർതിരിക്കപ്പെടുന്നു. ഒരു സ്ത്രീയുടെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ അവൾ വേർതിരിക്കപ്പെടുന്നു. അവളുടെ പേരെഴുതിയ മോതിരം വിരലിൽ ചാർത്തുമ്പോൾ ഒരു പുരുഷൻ അവൾക്കായി വേർതിരിക്കപ്പെടുന്നു. അപ്പവും വീഞ്ഞും നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് തമ്പുരാൻ പറയുന്നു, വേർതിരിക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതാണ് ഈ അപ്പവും വീഞ്ഞും. അങ്ങനെ അത് സ്വീകരിക്കുന്നവർ എന്നും ലോകത്തിലെ സാധാരണ മനുഷ്യരെക്കാൾ അല്പം കൂടി വേർതിരിക്കപ്പെട്ടവരായിരിക്കണം, പെരുമാറ്റത്തിലും സംസാരത്തിലും ഇടപെടലുകളിലും. ഇപ്പോൾ 1 നൽകപ്പെട്ട ജീവിതമെന്ന ഓർമ്മ, 2 വിശദീകരിക്കപ്പെട്ട ജീവിതമെന്ന ഓർമ്മ, 3 വേർതിരിക്കപ്പെട്ട ജീവിതം എന്നുള്ള ഓർമ്മ, 4 വിശുദ്ധ കുർബാന നമുക്ക് തരുന്ന മറ്റൊരു ഓർമ്മയാണ് അനുസ്മരണത്തിൻ്റെ ആഘോഷങ്ങൾ നടത്തുക എന്നുള്ള ഒരു ചിന്ത. ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ, ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. ഓർമ്മ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓർമ്മകളാണ് നമ്മളെ ബലപ്പെടുത്തുക. യേശു പറയുന്നു, ഇതെൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവൻ. ചില ആൾക്കാർക്ക് എന്തോ ഒരു മറവിയാണ്. എല്ലാ കാര്യവും പെട്ടെന്ന് മറന്നു പോകുന്നവരുണ്ട്. പറഞ്ഞു കേട്ടിട്ടില്ലേ, ഒരാൾ ഡോക്ടറെ സമീപിച്ച് പറയുന്നു, ഡോക്ടർ എനിക്ക് ശക്തമായ മറവി. ഡോക്ടർ ചോദിച്ചു, നിൻ്റെ മറവിക്ക് എന്താ ലക്ഷണങ്ങൾ? അവൻ പറഞ്ഞു, എൻ്റെ മറവിക്ക് 12 ലക്ഷണങ്ങൾ. എന്തെല്ലാമാ? 1 മറവി, പിന്നെയോ ബാക്കി 11 ഞാൻ മറന്നുപോയി. ഇതാണ് മറവിയുടെ 12 ലക്ഷണങ്ങൾ. നമ്മളെല്ലാം പെട്ടെന്ന് മറന്നു പോകുന്നവരാണ്. ഇത് ഓർമ്മയുടെ കൂദാശയാണ്. നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് നമ്മോട് പറയുമ്പോൾ, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവിൻ എന്ന് പറയുമ്പോൾ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പിടി നല്ല ഓർമ്മകൾ നമ്മൾ സൂക്ഷിക്കണം. വിശുദ്ധ കുർബാന പറയുന്നു, ജനിപ്പിച്ച മാതാപിതാക്കളെക്കുറിച്ചുള്ള ഓർമ്മകൾ വേണം. ജീവിത പങ്കാളിയെക്കുറിച്ച്, കുഞ്ഞുങ്ങളെക്കുറിച്ച്, ചെയ്യുന്ന ജോലികളെക്കുറിച്ച്, ഏറ്റെടുക്കുന്ന ദൗത്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള നല്ല നല്ല ഓർമ്മകൾ. ഈ ഓർമ്മയുടെ ഒരു ജീവിതമായിട്ടാണ് വിശുദ്ധ കുർബാന നമ്മൾ വിളിക്കുക. മറവിയരുത്. ആരെല്ലാം ബൈബിളിൽ ചില കാര്യങ്ങൾ മറന്നുപോയോ, മറന്നുപോയവരെ മുഴുവൻ ദൈവം ഓർമ്മിപ്പിക്കുന്നു. 2 ഉദാഹരണങ്ങൾ. 1, ഹാഗാർ ഇസ്മയേലിനെ പ്രസവിച്ചപ്പോൾ അവൾ സാറായെ മറന്നുപോയി. തലക്കനത്തോടുകൂടി അവൾ കടന്നു പോകുമ്പോൾ ദൈവം വിളിച്ചു, സാറായുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ പോകുന്നു? അടിസ്ഥാനപരമായി നീ ഒരു ദാസിയാണെന്ന കാര്യം മറക്കരുത്. പത്രോസ് അല്പം അഹന്തയോടെ നടക്കുമ്പോൾ യേശുവിൻ്റെ വിളി, യോനായുടെ പുത്രനായ ശീമോനെ, നീ എവിടെ പോകുന്നു? നീ ഏത് മാർപ്പാപ്പയാണേലും നിൻ്റെ അപ്പൻ യോനായുടെ ദേഹത്തുള്ള മത്സ്യത്തിന് ഉളുമ്പ് നീ മറക്കരുത്. ജീവിതത്തിൽ നമുക്ക് ഓർമ്മകൾ വേണം. ഓർമ്മ, ഈ ഓർമ്മകളാണ് നമ്മളെ ബലപ്പെടുത്തുന്നതും നമ്മളെ വിശദീകരിക്കുന്നതും. ഇത് ഓർമ്മയുടെ ജീവിതം, അനുസ്മരണത്തിൻ്റെ ജീവിതമായി നമ്മൾ മാറ്റുക. ഒരു ചെറിയ നന്മയിലും ചെയ്തവരെ മറക്കാതിരിക്കുക. ചെറിയ ഉപകാരം ചെയ്തവരെ പോലും മറക്കാതിരിക്കുക. അങ്ങനെയാണ് ഓർമ്മയുടെ ജീവിതമായിട്ട് നമ്മുടെ ജീവിതം മാറുക. അപ്പോൾ നൽകപ്പെട്ട ജീവിതം, വിശദീകരിക്കപ്പെട്ട ജീവിതം, വേർതിരിക്കപ്പെട്ട ജീവിതം, അനുസ്മരണം നടത്തേണ്ട ജീവിതം, വിശുദ്ധ കുർബാന ഈ ചിന്തകളാണ് നമുക്കായിട്ട് നൽകുക. കുർബാനയിലൂടെ
നമ്മൾ പങ്കെടുത്ത് കടന്നു പോകുമ്പോൾ കുർബാനയിലെ പ്രതീകങ്ങൾ നമ്മൾ ഓർക്കണം. പ്രത്യേകിച്ച് ഓർക്കുക, വിശുദ്ധ കുർബാന എന്ന് പറയുമ്പം നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രം തിരുവോസ്തിയുടേതാണ്. ഒപ്പം കാസയിലെ വീഞ്ഞിൻ്റെയും. ആദ്യം ഓടിയെത്തുന്നത് ഒരു തൂവള്ള ഓസ്തിയുടെ ചിത്രമാണ്. വിശുദ്ധ കുർബാന നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, മകനെ മകളെ, നിൻ്റെ ജീവിതം ഒരു തൂവെള്ള ഓസ്തി പോലെയാകണം. ഒരു തൂവെള്ള ഓസ്തി പോലെ. എന്താണ് ഓസ്തിക്ക് പറയാനുള്ള കാര്യം? ഓസ്തി പറയും, ഒരു കാലത്ത് ഞാൻ ഒരു ഗോതമ്പ് ചെടിയിൽ നിന്നതാണ്. അതിൽ നിന്നും എന്നെ പറിച്ചെടുത്തവരുണ്ട്, വെയിലത്തിട്ട് ഉണക്കിയവരുണ്ട്, മില്ലിലിട്ട് പൊടിച്ചവരുണ്ട്, തീയിലിട്ട് ചുട്ടവരുണ്ട്. ഇവരെല്ലാവരും എന്നെ ഒരു കാര്യത്തിന് സഹായിച്ചു, അവൻ്റെ അൾത്താരയിൽ ഒരു തൂവെള്ള ഓസ്തിയാകാൻ. ഗോതമ്പ് മണികൾക്ക് അവൻ്റെ അൾത്താരയിൽ തൂവെള്ള ഓസ്തിയാകാൻ ആഗ്രഹമുണ്ടോ? ചെടിയിൽ നിന്നും പറിച്ചവരെയും വെയിലത്തിട്ട് പൊള്ളിച്ചവരെയും മില്ലിലിട്ട് പൊടിച്ചവരെയും തീയിലിട്ട് ചുട്ടവരെയും ഗോതമ്പ് മണി സ്നേഹിക്കും. കാരണം അവൻ്റെ അൾത്താരയിൽ ഒരു തൂവെള്ള ഓസ്തിയാകാൻ അവരെല്ലാം അവനെ, ആ ഗോതമ്പ് മണിയെ സഹായിക്കുകയായിരുന്നു. അതേസമയം ഓസ്തിയാകാൻ ആഗ്രഹമില്ലെങ്കിൽ പറിച്ചവരെ, പൊള്ളിച്ചവരെ, പൊടിച്ചവരെ, ചുട്ടവരെ ശപിക്കും. കാരണം ഗോതമ്പ് മണികൾക്ക് അവൻ്റെ അൾത്താരയിൽ ഓസ്തിയാകാൻ ആഗ്രഹമില്ല. വിശുദ്ധ കുർബാന പറയുന്നു, ഒരു തൂവെള്ള ഓസ്തിയായി മകനെ മകളെ നിന്നെ മാറ്റും. അതിന് ഒരു പിടി സഹനങ്ങളിലൂടെ, ഒരു പിടി നൊമ്പരങ്ങളിലൂടെ, ഒത്തിരി പൊള്ളലുകളിലൂടെ, പൊരിക്കലുകളിലൂടെ, വറക്കലുകളിലൂടെ കൈപിടിച്ച് ആനയിക്കുമ്പോൾ നിരാശപ്പെടരുത്. എൻ്റെ അൾത്താരയിൽ ഒരു തൂവെള്ള ഓസ്തിയാകാൻ നിന്നെ ഞാൻ പരിശീലിപ്പിക്കുകയാണ്. വീഞ്ഞ് പറയും, മുന്തിരിയും നിറഞ്ഞു നിന്ന സത്താണ് ഞാൻ, ഇങ്ങനെയാകാൻ ഞാൻ പിഴിയപ്പെട്ടിട്ടുണ്ട്. മുന്തിരിപ്പഴം പിഴിയപ്പെട്ടപ്പോഴാണ് അവൻ്റെ കാസയിലെ തിരിച്ചുവരയാകാൻ അതിന് ഭാഗ്യം ലഭിച്ചത്. നമ്മൾ പിഴിയപ്പെടാം, പൊടിക്കപ്പെടാം, മുറിക്കപ്പെടാം, പറിക്കപ്പെടാം. അത് നിരാശപ്പെടാനില്ല. ഓരോ ദിവസത്തെയും അൾത്താരയിലെ ബലിയും സക്രാരിയിൽ പൂട്ടി സൂക്ഷിച്ച തിരുശരീരവും നമ്മോട് പറയുന്നു, അവൻ്റെ നാമത്തിൽ ആ സഹന സ്നാനങ്ങളിലൂടെ കടന്നു പോകാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ എന്ന ചിന്ത നമുക്കവിടെ ലഭിക്കുകയാണ്. ഒരു തിരുവോസ്തി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അപ്പത്തിൻ്റെ പ്രതീകമായിട്ട് നിൽക്കുമ്പോൾ, അപ്പം ജീവൻ നൽകാൻ വേണ്ടിയാണ് അപ്പം. യേശു പറഞ്ഞു, എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവർ മരിച്ചാലും നിത്യം ജീവിക്കും. ഈ ശരീരം ഭക്ഷിക്കുന്നവർ മരിച്ചാലും നിത്യം ജീവിക്കും. ജീവൻ നൽകാൻ വേണ്ടിയാണ് ഒരപ്പം. നമ്മുടെയൊക്കെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ജീവൻ നൽകണം. ശാരീരിക ജീവനല്ല അർത്ഥമാക്കുക, പിന്നെയോ പ്രതീക്ഷ കൊടുക്കണം. മറ്റുള്ളവർക്ക് നമ്മൾ പ്രതീക്ഷ കൊടുത്ത് കടന്നു പോകണം. എത്ര ക്ഷീണിച്ചിരിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പം ഒരു ജീവൻ, ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നമുക്കൊരു പുതുജീവനാണ്. ഇതുപോലെ നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ മനസ്സ് തകർന്നവർക്ക് ഒരു പുതുജീവൻ, സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് ഒരു പുതുജീവൻ, പ്രത്യാശയില്ലാത്തവർക്ക് ഒരു പുതുജീവൻ കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഒരിക്കലും നമ്മുടെ വാക്ക് കേൾക്കുമ്പോൾ ആർക്കും നിരാശ തോന്നരുത്, പ്രതീക്ഷ തോന്നണം. നമ്മുടെ വാക്കുകൾ രണ്ട് വിധത്തിലാക്കാം. വേദനിപ്പിക്കുന്ന, മുറിക്കുന്ന, ചെറുതാക്കുന്ന, നിരാശപ്പെടുത്തുന്ന വാക്കുകൾ നമുക്ക് പറയാം. ഒപ്പം പ്രത്യാശയും പ്രതീക്ഷയും കൊടുക്കുന്ന നല്ല വാക്കുകളും പറയാം. ജീവിതത്തിലെ എൻ്റെ സംസാരങ്ങൾ എങ്ങനെയുള്ളതാണ്? മുറിപ്പെടുത്തുന്നതാണോ അതോ പ്രതീക്ഷ കൊടുക്കുന്നതാണോ? നിരാശപ്പെടുത്തുന്നതാണോ അതോ പ്രത്യാശ കൊടുക്കുന്നതാണോ? ഈ ഒരു ആത്മശോധനയ്ക്ക് നമ്മളെ തന്നെ നമ്മൾ വെച്ച് കൊടുക്കണം. ജീവൻ നൽകുന്ന അപ്പം പോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഓരോ വാക്കും പ്രവൃത്തിയും മറ്റുള്ളവർക്ക് ഒരു വലിയ ജീവൻ കൊടുക്കുക, പ്രതീക്ഷ കൊടുക്കുക, പ്രത്യാശ കൊടുക്കുക. അവിടെയാണ് ദിവ്യകാരുണ്യ ജീവിതമായിട്ട് നമ്മുടെ ജീവിതം മാറ്റപ്പെടുക. ഒരപ്പം നമ്മൾ കഴിക്കുമ്പോൾ അതിനർത്ഥമുണ്ടാകുന്നത് കഴിച്ചവൻ്റെ ഭാഗമായിട്ട് കഴിക്കപ്പെട്ട വസ്തു മാറുമ്പോഴാണ്. അപ്പത്തിൻ്റെ അർത്ഥം അപരൻ്റെ ഭാഗമായി തീരുമ്പോഴാണ്.
നമ്മുടെയൊക്കെ ജീവിതവും ഒരപ്പമായി കുർബാനയായി അർത്ഥപൂർണമായിട്ട് നീങ്ങണമെങ്കിൽ നമ്മുടെ ജീവിതം മറ്റുള്ളവരുടെ ഭാഗമായി മാറണം. മറ്റുള്ളവരുടെ ഭാഗമായി നമ്മുടെ ജീവിതം നമ്മൾ മാറണം, നമ്മൾ മാറ്റണം. അതുകൊണ്ടാണ് ഭക്ഷണം കഴിച്ചിട്ട് ഛർദ്ദിച്ച് കളഞ്ഞാൽ അർത്ഥമില്ലാത്ത ഭക്ഷണം, ശരീരത്തിൻ്റെ ഭാഗമാകുമ്പോൾ അർത്ഥമുള്ള ഭക്ഷണം. ഒരു അപ്പൻ അമ്മ നന്നായിട്ട് ജീവിച്ച ക്രൈസ്തവ ജീവിതം മക്കൾ തുടരുമ്പോൾ അപ്പനും അമ്മയ്ക്കും തോന്നും ഞങ്ങളുടെ ജീവിതം അർത്ഥമുള്ളതായി. ഒരച്ഛൻ തൻ്റെ ശുശ്രൂഷാ പൗരോഹിത്യത്തിൽ, ഒരു സിസ്റ്റർ തൻ്റെ സന്യാസിനി സമർപ്പണത്തിൽ ജീവിച്ചു പോകുമ്പോൾ ധാരാളം ദൈവവിളികൾ ഉണ്ടാവുകയും ഒത്തിരി കുഞ്ഞുങ്ങൾ ദൈവത്തിലേക്ക് അടുക്കുകയും ചെയ്യുമ്പോൾ അച്ഛനും സിസ്റ്ററിനുമൊക്കെ തോന്നും ഞങ്ങളുടെ ജീവിതത്തിന് അർത്ഥമുണ്ട്. അപ്പത്തിൻ്റെ അർത്ഥം അവരുടെ ഭാഗമായി മാറുക. നമ്മുടെ ബോധ്യങ്ങൾ, നമ്മുടെ മൂല്യങ്ങൾ, നമ്മുടെ കാഴ്ചപ്പാടുകൾ നമ്മളുമായി ബന്ധപ്പെട്ടവരുടെ ഭാഗമായിട്ട് മാറുമ്പോൾ കുർബാന പോലുള്ള ഒരു ജീവിതമായി, അപ്പത്തിൻ്റെ ജീവിതമായി നമ്മുടെയൊക്കെ ജീവിതങ്ങൾ മാറുന്നു. യേശു ഒരപ്പമായി ഇരുന്നു കൊണ്ട് നമ്മളെയൊക്കെ വിളിക്കുന്നു. കാലം കടന്നു പോകട്ടെ, ശക്തി ചോർന്നു പോകട്ടെ, അസ്ഥികൾ ക്ഷയിക്കട്ടെ, സന്ധിബന്ധങ്ങൾക്ക് നൊമ്പരമുണ്ടാകട്ടെ, മാരകമായ രോഗത്താൽ ശരീരം വലയട്ടെ, എങ്കിലും മകനെ മകളെ തളർന്നു കിടക്കുന്ന അവസരത്തിലും എന്തെങ്കിലുമൊക്കെ നന്മ മറ്റുള്ളവർക്ക് ചെയ്ത് ജീവിതത്തെ അർത്ഥപൂർണ്ണമാക്കുക. പീഡാനുഭവത്തിൻ്റെ തലേരാത്രിയിലും ജീവിതത്തെ സ്നേഹത്തിൻ്റെ സ്മാരകമായി കയ്യിലേക്ക് വെച്ച് തന്നവനാണ് അവിടുന്ന്. ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴും ഒന്നും നോക്കാതെ സ്വന്തം ജീവിതത്തെ ഒരു കുർബാനയാക്കി മുറിച്ചു തന്നവൻ ആ കർത്താവാണ് നമ്മോടും പറയുന്നത്, ജീവിതത്തെ ബലിയാക്കി മാറ്റുക. അങ്ങനെ ബലിയാക്കി മാറ്റിക്കൊണ്ട് അർത്ഥങ്ങൾ കണ്ടെത്തുക. ആ അർത്ഥം കണ്ടെത്തുമ്പോൾ ശേഷിക്കുന്ന ശിഷ്ടകാല ജീവിതം, അതും ആനന്ദത്തിൻ്റെ ഒരു ജീവിതമായി നമുക്കൊക്കെ മാറ്റുവാൻ കഴിയും. അങ്ങനെ ഒരു ദിവ്യകാരുണ്യ സംസ്കാരം നമ്മളിലേക്ക് കൊണ്ടുവരിക. മുറിച്ചു കൊടുക്കുന്ന, പകുത്തു പങ്കിടുന്ന, മറ്റുള്ളവരെ പരിഗണിക്കുന്ന, നൽകുന്ന, അനുസ്മരിക്കുന്ന, വേർതിരിക്കുന്ന, വിശദീകരിക്കപ്പെടുന്ന ഒരു ജീവിതമായി നമ്മുടെ ജീവിതങ്ങളെ മാറ്റുവാനും അങ്ങനെ ഒരു പരിശുദ്ധ കുർബാനയുടെ ജീവിതം നമ്മളോട് തുടരുവാനും കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നു. ഈ കുർബാന സ്വീകരിക്കുന്നവർ നിത്യം ജീവിക്കും എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാവികാല ജീവിതത്തിൻ്റെ അച്ചാരം കൂടിയാണ് വിശുദ്ധ കുർബാന. ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നവൻ മരിച്ചാലും നിത്യം ജീവിക്കും എന്ന് പറയുമ്പോൾ എൻ്റെ ഭാവികാല ജീവിതത്തിൻ്റെ അച്ചാരമായിട്ട് കൂടി വിശുദ്ധ കുർബാനയെ ഞാൻ കാണുന്നു. ജീവിതത്തിന് മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്നും ആ ജീവിതം ഉറപ്പാണെന്നും എന്നെ ഓർമ്മിപ്പിക്കുന്നു ഓരോ വിശുദ്ധ കുർബാന സ്വീകരണവും. ഈ അപ്പം ഭക്ഷിക്കുന്നവർ മരിച്ചാലും നിത്യം ജീവിക്കും. പ്രിയ ദൈവജനമേ, വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുവാൻ, കുർബാന കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കുവാൻ, അതിൽ അർത്ഥം കണ്ടെത്തുവാൻ, അങ്ങനെ ഒരു ദിവ്യകാരുണ്യ ശൈലിയിൽ മുമ്പോട്ട് പോകുവാൻ ദൈവം നമ്മെ വിളിക്കുന്നു. അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ ആൾത്താരിയിൽ വന്ന് വസിച്ചുകൊണ്ട് ഓരോ നിമിഷവും ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നല്ല ദൈവമേ, അങ്ങനെ ഞങ്ങൾ സ്തുതിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൽ വസിച്ചുകൊണ്ട് പാപികളും പാപങ്ങളുമായ ഞങ്ങളുടെ എല്ലാ ചിന്തകളെയും അവിടുന്ന് അറിയുന്നു. വികാരങ്ങളെ അവിടുന്ന് വിവേചിക്കുകയും ചെയ്യുന്നു. തൂവള്ള ഓസ്തിയായി പൊടിയുവാനും നിൻ്റെ മുന്തിരിപ്പഴമായി പിഴിയപ്പെടുവാനും ഒരു പരാതിയും കൂടാതെ മറ്റുള്ളവർക്ക് പ്രതീക്ഷ കൊടുത്ത് കടന്നു പോകുവാനും ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ.